ബേഡൻ എന്ന് പറയുന്നൊരു പേര് ആണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടാടുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തെ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ വിഷയങ്ങളിൽ ഞങ്ങളെല്ലാം വളരെ കാര്യമായിട്ട് ഞങ്ങളുടെ യോഗങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. IB വളരെ ശക്തമാണ് ഇന്ത്യയിലെ. അതേപോലെയുള്ള കേന്ദ്ര ഏജൻസികളെല്ലാം ശക്തമാണ്. ഇത്തരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു മതത്തെ അല്ലെങ്കിൽ അവരുടെ സമുദായത്തെ ചേർത്ത് നിർത്താനാണെന്ന് പല വ്യാഖ്യാതികളും വരുന്നുണ്ട്. ഞങ്ങളതിനെ അങ്ങനെ കാണുന്നില്ല. ദേശീയതയും ഹിന്ദുത്വ സംസ്കാരവും നെഞ്ചിലേറ്റുന്ന ഒരു പൗരനും അത്തരത്തിൽ അതിനെ നോ പറയില്ല, അതിന് കൂടെ ചേർന്ന് നിൽക്കും. നമസ്കാരം. ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൻ്റെ ശിവസേനയുടെ പരിപാടി നടന്നു. ഇവിടെ രാജ്യപ്രമുഖ് സജീദ് കുന്നലായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വിവിധ വ്യക്തികൾക്കുള്ള പുരസ്കാരങ്ങളും ആദരവ് സംബന്ധിച്ചിട്ടുള്ള ഫലങ്ങളൊക്കെ വിതരണം ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ സംസാരിക്കാനുള്ളത് സജീദ് പ്രമുഖരാണ്. രാജ്യപ്രമുഖാണ് അദ്ദേഹം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശിവസേനയ്ക്ക് കേരളത്തിൻ്റെ പ്രസക്തി എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യം എന്നൊന്നുമില്ല. ശിവസേനയ്ക്ക് ഇന്ത്യയിൽ മുഴുവൻ പ്രസക്തിയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ അന്ന് പാർട്ടിയുടെ സ്ഥാപക നേതാവ് പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പാകിസ്ഥാൻ ഇല്ലാതെ വന്നാൽ തീവ്രവാദം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് തത്വത്തിൽ വന്നില്ലേ? ലോകരാജ്യം മുഴുവൻ പറയുന്നത് എന്താ? പാകിസ്ഥാൻ തീവ്രവാദ ഹബ്ബാണെന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രസക്തി അന്നും ഇന്നും നാളെയും ഞങ്ങൾക്കുണ്ട്. ഇന്ത്യക്ക് അപ്പാടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും, കേരളം മാത്രമല്ല. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കട്ടെ. അതായത് നമ്മുടെ ഒരു രാജ്യം യുദ്ധത്തിലേക്ക് പോയപ്പോഴത്തേക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട ചില പാർട്ടികൾ, കോൺഗ്രസ് എന്നാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചില ആൾക്കാർ, എല്ലാവരും അളച്ചാക്ഷയില്ല, ചില ആൾക്കാർ ഒരു വ്യത്യസ്തമായ നിലപാടൊക്കെ എടുത്തു. അത് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായി. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള ഒരു അറിവ് നമ്മളെ പേടിപ്പെടുത്തുന്നല്ലേ? രാജ്യസ്നേഹമുള്ള ഇന്ത്യക്കാർ ഒരിക്കലും കഴിഞ്ഞ സംഭവങ്ങളിൽ അത് സർക്കാരിനെ ഒറ്റപ്പെടുത്തിയില്ല, മറ്റു കാര്യങ്ങൾ പറഞ്ഞ് മാറി നിന്നില്ല. പക്ഷേ ആളുകളുടെ എല്ലാം മനോഭാവം എന്താണെന്നറിയില്ല. ശിവസേനയെ സംബന്ധിച്ച് അന്ന് നരേന്ദ്രമോദി നയിക്കുന്ന NDA സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്തു ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ അത് കോൺഗ്രസും CPM പറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അവരുടെ വികാരം എന്താണ് ഇന്ത്യയെ പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല. ദേശീയതയും ഹിന്ദുത്വ സംസ്കാരവും നെഞ്ചിലേറ്റുന്ന ഒരു പൗരനും അത്തരത്തിൽ അതിനെ നോ പറയില്ല, അതിന് കൂടെ ചേർന്ന് നിൽക്കും. അതിൻ്റെ പുൽഗാമയിലെ ആക്രമണത്തിൽ പങ്കെടുത്ത ഒരു ഭീകരൻ കേരളത്തിൽ വന്ന് പഠിച്ചിട്ട് 1.5 വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നുള്ള ഞെട്ടിപ്പിക്കുന്നവരും കൂടി പുറത്തു വന്നു. കേരളം ഭീകര ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഈ ഹബ്ബാണെന്ന് 96 ഞങ്ങൾ അന്നിരുന്ന DGPക്ക് ഉൾപ്പെടെ ഞങ്ങൾ പരാതി കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ കൊടുത്ത അപേക്ഷയും പരാതിയെല്ലാം ഞങ്ങളുടെ നേതാക്കൾ ഇറങ്ങിയപ്പോൾ കുരുട്ടി മറ്റേ വേസ്റ്റ് ഹോട്ടലിട്ടതാണ്. പക്ഷേ 2000-ന് ശേഷം നടന്ന യുദ്ധങ്ങളും തീവ്രവാദങ്ങളും മുഴുവൻ അതിനുശേഷം അവർ ആ വേസ്റ്റ് കൊട്ടയിൽ നിന്ന് പരതേണ്ടി വന്നു. കാരണം അന്നും ഞങ്ങൾ പറഞ്ഞതാണ് തീരദേശ മേഖലയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹബ്ബ്. അതിലുപരി ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടു എന്നല്ല, ബിസിനസ് ചെയ്തെന്ന് പറഞ്ഞ ആൾ എറണാകുളത്തായിരുന്നു ഇദ്ദേഹം നടത്തിയിരുന്നത്. ഇത് തിരിച്ചറിയുവാൻ വേണ്ടി ഇന്ത്യക്ക് സംവിധാനം ഇല്ലായികയൊന്നുമല്ല. ഞാൻ ഈ വിഷയങ്ങളിൽ ഞങ്ങളെല്ലാം വളരെ കാര്യമായിട്ട് ഞങ്ങളുടെ യോഗങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. IB വളരെ ശക്തമാണ് ഇന്ത്യയിലെ. അതേപോലെയുള്ള കേന്ദ്ര ഏജൻസികളെല്ലാം ശക്തമാണ്. പക്ഷെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള ആ ഒരു ചോദ്യത്തിന് മറുപടി തരാൻ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് പറ്റിയില്ല. അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന് കൃത്യമായിട്ട് സർവകക്ഷി യോഗം വിളിച്ച് അതിൽ രാജ്യത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിന് ഉത്തരം കൊടുക്കേണ്ടിയിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല. ആ വീഴ്ച ഞങ്ങൾ കാണിച്ചല്ലോ. പക്ഷേ ലോകം എല്ലാം പാകിസ്ഥാനെതിരെ നിൽക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യൻ മിലിറ്ററിക്കൊപ്പവും ഇന്ത്യയുടെ സംവിധാനത്തിനൊപ്പവും നിന്ന ആദ്യം സംസാരിച്ച ഏക പാർട്ടി ശിവസേനയാണെന്നും അതിൽ ഉദ്ധവ് സാബ് നയിക്കുന്ന ഞങ്ങളുടെ സേനയാണ് ആ വിഷയത്തിൽ ആദ്യം അഭിപ്രായം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു വിഷയമാണ്. ഭയങ്കരമായിട്ട് തോന്നും എങ്കിലും ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഒരു വേടൻ്റെ വിഷയം വന്നിട്ടുണ്ട്. ശശികല ടീച്ചർ ഉൾപ്പെടെ ചില സംഘപ്രതിനിധികൾ ഉൾപ്പെടെ വേടനെതിരെ വന്നിട്ടുണ്ട്. ശിവസേനയ്ക്ക് വേടനുള്ള ആഭിമുഖ്യം അല്ലെങ്കിൽ എന്താണ് വേടൻ്റെ അഭിപ്രായം? അല്ല, വേടൻ എന്ന് പറയുന്നൊരു പേര് ആണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടാടുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തെ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. എല്ലാവരും പിറവിയെടുക്കുമ്പോൾ എല്ലാ കുടുംബത്തിനും ചില നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവും. എല്ലാവരും പൂർണ്ണ തൃപ്തനായിട്ട് ആരും പിറവിയെടുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവാം. ഇത്തരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു മതത്തെ അല്ലെങ്കിൽ അവരുടെ സമുദായത്തെ ചേർത്ത് നിർത്താനാണെന്ന് പല വ്യാഖ്യാതികളും വരുന്നുണ്ട്. ഞങ്ങളതിനെ അങ്ങനെ കാണുന്നില്ല. അദ്ദേഹം വേറൊരു ലെവലിൽ കുറേ ഫ്യൂഷണൽ സംവിധാനത്തിൽ പോകുമ്പോൾ അതിനെ തെറ്റായ രീതിയിൽ മാർഗങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ കൂട്ടായ്മയെ ദുരുപയോഗത്തിൽ കൊണ്ടുപോയാൽ അന്ന് ശിവസേന അഭിപ്രായം പറയും. ഇപ്പൊ അഭിപ്രായത്തിന്റെ ആവശ്യമില്ല. ഇത് കോമൺ ഫാക്ട്. അത്രേ ഉള്ളൂ. അതിൽ ഹിഡൻ അജണ്ടകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അന്ന് ഞങ്ങൾ അതിന് അഭിപ്രായം പറയും.
ഏതായാലും വിസ്മയനോട് ഇത്രയും തന്നെ സംസാരിച്ചത് ശിവസേനയുടെ രാജ്യപ്രമുഖായ ശ്രീ സജീത് കുന്നലായിരുന്നു. പരിപാടി അവസാനിക്കുകയാണ്. ഇവിടെ ആറ്റിങ്ങൽ ടൗൺ ഹാളിലാണ് പരിപാടി നടന്നത്. വിസ്മയനോട് ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.